കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ PSC പഠനം അതോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഒരു 6 മാസം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തകർത്തിരുന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചെഴുതിയ ആദ്യ പരീക്ഷയിൽ റാങ്ക് നേടുന്നു, അതും 1ാം റാങ്ക്. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഇത് കഴിഞ്ഞ ദിവസം വന്ന LGS റാങ്ക് ലിസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ 1ാം റാങ്ക് നേടിയ ലിയോയുടെ കഥയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ലിയോയാണ്. പാറശാലയിലാണ്, തിരുവനന്തപുരത്ത് പാറശാലയിലാണ് ലിയോയുടെ വീട്. ലിയോയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചി. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൻ എന്തുകൊണ്ടാണ് ഈ PSC പഠനം ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? അത് വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുമായിരുന്നു കോളേജിനോടെ PSC കൂടെ പഠിക്കണമെന്ന്. ആദ്യം അത്ര താല്പര്യമില്ലെങ്കിലും പിന്നെ ക്ലാസ്സൊക്കെ കണ്ടുവന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പഠിച്ചു തുടങ്ങി. എത്ര കാലം പഠിച്ചു? 6 മാസം. 6 മാസം നന്നായിട്ട് നോക്കിയിരുന്നു? നന്നായിട്ട് ഫുൾ ടൈം നോക്കിയിരുന്നു. സൈലത്തിലെ ക്ലാസ്സിലേക്ക് വരാനുള്ള കാരണം എന്താ? യൂട്യൂബിൽ പല ക്ലാസ്സും കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ക്ലാസ്സൊക്കെ. അങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തു. ഈ 6 മാസം മോൻ എങ്ങനെയാണ് പഠിച്ചത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ക്ലാസ് തുടങ്ങുന്ന മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ ദിവസം തൊട്ട് തന്നെ പെൻഡിങ് ഇല്ലാതെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ട് അന്ന് തന്നെ എഴുതിയെടുത്തിട്ട് അതും പഠിച്ച് പിന്നെ അത് റിവൈസ് ചെയ്യുമായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് ആപ്പിൽ വരുന്നതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകുമായിരുന്നു. ഈ LGSന് 1ാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ആദ്യം എൻ്റെ പ്രതീക്ഷയില്ലായിരുന്നു. ആദ്യം പഠിക്കുന്ന എങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ ക്ലാസ്സിൽ സാറുമാരായാലും എല്ലാവരും പഠിക്കേണ്ട രീതിയെല്ലാം പറഞ്ഞു തന്നിട്ട് അത് ഫോളോ ചെയ്തിട്ടാണ് പഠിച്ചത്. പ്രതീക്ഷ 1ാം റാങ്ക് കിട്ടുമൊന്നും പ്രതീക്ഷയില്ല. പരീക്ഷ കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ജോലി കിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റും? നന്നായിട്ട് എഴുതാൻ പറ്റി എന്നുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ആണെന്ന് കണ്ടപ്പോൾ എന്ത് തോന്നി? കണ്ടപ്പോൾ ഇത്ര ദിവസം പഠിച്ചതിൻ്റെ ഒരു സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. മോനി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഏറ്റവും പാടുള്ള വിഷയമായിട്ട് തോന്നിയ ഏതാണ്? പഠിക്കാൻ നല്ല പാടായിട്ട് തോന്നിയതാണ്? കറണ്ട് അഫയേഴ്സും ആർട്സും സ്പോർട്സും ഒക്കെ ആയിരുന്നു. എങ്ങനെ അത് പഠിച്ചു? കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറയുന്നതും പഠിക്കുമായിരുന്നു. പിന്നെ പ്രദീപ് സാറിൻ്റെയും പ്രദം സാറിൻ്റെയും ടെലിഗ്രാം ചാനലിൽ ക്വസ്റ്റ്യനൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതും എഴുതിയെടുത്തിട്ട് അതും പഠിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി എത്ര മണിക്കൂർ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടിരിക്കുമായിരുന്നു? രാവിലെ കോളേജിൽ പോയിട്ട് വന്നതിന് ശേഷം വൈകുന്നേരം ഒരു 5 മണി തൊട്ട് ഒരു 1:30-2 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. മോനപ്പോൾ ഇതുവരെ നടന്ന LGS എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നേരത്തെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? അത് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് പോയത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ലിയോ ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ CPO ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിയോ മോനെ ഈ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ മോന് എന്താണ് തോന്നിയത്? ക്ലാസ്സൊക്കെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്ക് ഒരുപോലെ മനസ്സിലാവുന്നുണ്ട്. നല്ല സാറുമാരോ ടീച്ചർമാരൊക്കെയാണ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് എക്സാം കുറച്ചുകൂടെ നന്നായിട്ട് ഇവിടെ OMRൽ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ഗുണമായിട്ട് തോന്നിയത്. പിന്നെ വെൻഡർ സപ്പോർട്ടുണ്ട് ഓഫ്ലൈൻ ആകുമ്പോൾ, നമുക്ക് എന്തുണ്ടെങ്കിലും വെൻഡർമാരോട് പറയാം. ഒരു കാര്യം കൂടി, ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ഒരുപാട് പ്രതീക്ഷകളോടെ PSC നോക്കി കാണുന്ന ആളുകളോട് മോൻ എന്താ പറയാനുള്ളത്? അത് എല്ലാവരും PSC പാടുള്ള ഇതായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ക്ലാസ്സിൻ്റെ കറക്റ്റ് ഗൈഡൻസ് ഒക്കെ കിട്ടിയോണ്ടായിരിക്കും എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണമെന്നൊക്കെ കറക്റ്റായിട്ട് എനിക്ക് സൈലത്തൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് പുതുതായിട്ട് PSCയിൽ പഠിക്കുന്നവരടുത്ത് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റായിട്ടൊരു ഗൈഡൻസ് ഉള്ളിടത്ത് പോയി പഠിക്കുക. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. ഈ PSCക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ ഒരുപാട് കാലങ്ങളൊന്നും വേണ്ട. 5-6 വർഷങ്ങളൊക്കെ പഠിച്ചിട്ടും PSC കിട്ടിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. ആലോചിച്ച് നോക്കും. ഈ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ, അത് 1ാം റാങ്കിൽ വരാൻ ലിയോയ്ക്ക് എടുത്തത് വെറും 6 മാസമാണ്. അപ്പോൾ ശരിയായ രീതിയിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ, ഏറ്റവും ആത്മവിശ്വാസത്തോടെ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും PSC റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ലിയോയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക്സ്.